നമസ്കാരം കൂട്ടുകാരെ. ഡിജിറ്റൽ ഓഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ ഒരു സെൻട്രൽ സ്പീക്കർ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോണത്. അപ്പം നമ്മളൊരു 5.1 ഓഡിയോ സിസ്റ്റം ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ സെൻട്രൽ സ്പീക്കർ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്പീക്കറുകൾ സെലക്ട് ചെയ്യണം, എങ്ങനെയുള്ള ആമ്പിന് ഏത് സ്പീക്കർ സെലക്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യുക. നമുക്ക് അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ഞാൻ പറയാൻ പോണത് നമുക്ക് സെൻട്രൽ സ്പീക്കർ എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്കൊരു 5.1 സെറ്റപ്പ് വരുമ്പോൾ നമുക്കതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ഒരു സ്പീക്കർ തന്നെയാണ് സെൻട്രൽ സ്പീക്കർ. അപ്പോൾ നമ്മൾ തുടക്കം പറയണത് സെൻട്രൽ സ്പീക്കറാണ്. അത് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് പറയാം. അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ട് സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് സെൻട്രൽ സ്പീക്കർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്പീക്കർ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ടി വിയുടെ മുകളിലോ അല്ലെങ്കിൽ ടി വിയുടെ അടിയിലായിട്ടാണ് നമ്മൾ സെൻട്രൽ സ്പീക്കർ വെക്കേണ്ടത്. സെൻട്രൽ സ്പീക്കർ നമ്മൾ പിന്നൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ടി വി ഇരിക്കുന്ന ഡിസ്റ്റൻസും വാളും തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മൾ നോക്കണം. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്പീക്കറിൻ്റെ ബോക്സിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ മിക്ക ആൾക്കാർക്കും നല്ല കംഫർട്ടായിട്ട് നല്ല ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പിലുള്ള സെൻട്രൽ ചാനലാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോക്സാണ് ഇപ്പം ഞാനിവിടെ കൂട്ടുകാരെ കാണിക്കുന്നത്. വളരെ ചെറിയൊരു അളവിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പവർ ആമ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്പീക്കറുകൾ സെലക്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ സ്പീക്കറിൽ നമ്മൾ എടുക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ഫുൾ റേഞ്ച് എടുക്കാം, മിഡ് ബാസ് എടുക്കാം, മിഡ് റേഞ്ച് എടുക്കാം. ഈ 3 ടൈപ്പ് സ്പീക്കറുകളും നമുക്ക് സെൻട്രൽ സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. അതല്ല നമുക്കിനി ഊഫർ മേടിച്ചേ പറ്റൂ അങ്ങനെയുള്ള കാറ്റഗറിക്ക് ആണെങ്കിൽ ഊഫറും ട്യൂട്ടറും ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കും കൂടി ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഊഫറിന് നമുക്ക് സെൻട്രൽ സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. നോർമലി നമ്മൾ ഊഫറിനെ മേടിച്ച് ഒരു ട്യൂട്ടറും വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ റേഞ്ചും മിഡ് റേഞ്ചും മിഡ് ബാസും എടുത്തു പറഞ്ഞത്. ശരിക്കും കമ്പനി കാറ്റഗറിയിലൊക്കെ വരുന്ന തന്നെ ഫുൾ റേഞ്ചും മിഡ് റേഞ്ചൊക്കെ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. അതുപോലെ തന്നെ മിഡ് ബാസും ഒരു ഇതെല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട്. അപ്പം നമ്മളും അതേപോലത്തെ സ്പീക്കറുകൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ നല്ല ക്ലാരിറ്റി ആയിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഡീറ്റെയിലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് അവിടെ അനുഭവിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സ്പീക്കറുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആമിൻ്റെ വാട്ട്സും ആമിൻ്റെ ഓംസും, അതായത് ഔട്ട്പുട്ടിൽ എത്ര ലോഡിലാണ് നമുക്ക് ഓംസ് വരണേന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ മിക്ക ആംപ്ലിഫയറിലും ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ 2 ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 ഓംസ് കൊടുക്കാം, അതേപോലെ തന്നെ 4 ഓംസും കൊടുക്കാം. അപ്പം നമ്മുടെ കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം, നമ്മൾ കൊടുക്കണ വോൾട്ടേജിനും അതേപോലെ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന പവർ ആമ്പിൻ്റെ ഔട്ട്പുട്ടും മെഷർ ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ സ്പീക്കറുകൾ കൊടുക്കേണ്ടത്. യാതൊരു കാരണവശാലും 4 ഓംസിന് താഴത്തേക്ക് നമ്മൾ കൊടുക്കരുത്. നമ്മൾ സെൻട്രൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു സ്പീക്കറല്ല ഉപയോഗിക്കാറ്, 2 സ്പീക്കർ തന്നെയാണ് 99% പേരും ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 4 ഓംസ് സ്പീക്കർ മേടിച്ച് പാരൽ ചെയ്ത് ഒരിക്കലും കൊടുക്കരുത്, സീരീസ് ചെയ്ത് കൊടുക്കുക. അതായത് 4 ഓംസിന് താഴത്തേക്ക് കൊടുക്കാണ്ടിരിക്കുക. എന്ന് കഴിഞ്ഞാൽ ആംപ്ലിഫയർ പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ട്യൂട്ടർ ഓപ്ഷനിലാണ്. ട്യൂട്ടർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഈ ഫുൾ റേഞ്ച് സ്പീക്കറിലൊക്കെ അത്യാവശ്യം നല്ല ട്രിബിൾ വരുന്നതാണ്. അപ്പം നമ്മൾ അതിലും കൂടുതൽ ട്രിബിൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ ഇതിൽ ട്രിബിൾ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ 2 സ്പീക്കറിന് മാച്ചാക്കി കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്യേണ്ടത്. പിന്നെ സെൻട്രൽ സ്പീക്കർ നമ്മളൊരു ഡെഡിക്കേറ്റഡ് റൂമൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇഞ്ച് ചെയ്യണേക്കാളും ബെറ്റർ 6 ഇഞ്ചിൽ ചെയ്യാണ് നല്ലത്, അല്ലെങ്കിൽ 8 ഇഞ്ചിൽ ചെയ്യുക. കുറച്ച് വാളിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അസാധ്യ പെർഫോമൻസ് ആയിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഹാളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് ലിമിറ്റഡ് ആയി വരുന്ന അവസരത്തിലൊക്കെ നമുക്ക് ഇതേപോലുള്ള സ്പീക്കറുകൾ ഉപയോഗിക്കാം. ഇതിലും അത്യാവശ്യം ബേസും വോയിസും അതുപോലെ ട്രിബിളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരും.
ഇതിപ്പോ നമ്മൾ ബോക്സ് ഇത്തിരി ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി വൈഡായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബേസ് ടോൺ ഒന്നുകൂടി കൂടുതലായിട്ട് എടുക്കും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ ഏതൊക്കെ സ്പീക്കർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആംപ്ലിഫയറിന്റെ കാര്യം കൂട്ടുകാർ ചെയ്യുന്നതാണെങ്കിൽ ആ ആമ്പിന് ഔട്ട്പുട്ട് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആമ്പ് കംപ്ലൈന്റ് ആവും, സ്പീക്കർ പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആമ്പിന്റെ പവറും നമ്മൾ നോക്കണം, അതിനനുസരിച്ചൊക്കെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അവാർഡിന്റെ സ്പീക്കറാണ്. ഇത് എടുത്തു വെച്ചാലും ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കണ 7-6-5, അതുപോലെ 7-4-2, 7-9-2, അതായത് ഏകദേശം ഒരു 30 വാട്ട്സ് തൊട്ട് 100 വാട്ട്സ് വരെയുള്ള ആമ്പിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിക്കാൻ പറ്റും. അതായത് 2 സ്പീക്കർ കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെൻറ്റർ ചെയ്യാം. അത്യാവശ്യം ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല. നല്ല രീതിക്ക് തന്നെ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 1-2 വർക്കുകൾ ഇപ്പം ഈ അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ 4-ഇഞ്ചിൽ ചെയ്യൽ ഇപ്പം നിർത്തിയിട്ട് കുറേ കാലമായി. അപ്പോൾ വീണ്ടും നമ്മൾ 4-ഇഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇത്രയ്ക്കുള്ള കാര്യങ്ങളാണ് എനിക്ക് സെൻട്രൽ സ്പീക്കറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ സെൻട്രൽ സ്പീക്കർ നമ്മൾ മാക്സിമം വല്ലാതെ ഉയരത്തിൽ വെക്കാതിരിക്കുക. അതുപോലെ ടി വിയുടെ അടുത്തുനിന്ന് മാറാതെ ഏകദേശം നമുക്ക് ആ ഡയലോഗ് ഡെലിവറി ഒക്കെ വരുമ്പോൾ മാക്സിമം നമുക്ക് ടി വിയിലുള്ള ഒബ്ജക്റ്റിന് കറക്റ്റ് മാച്ചായി നിൽക്കുന്ന രീതിയിൽ സ്പീക്കറിനെ പ്ലേസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ നമ്മൾ ഒത്തിരി ഉയരത്തിലോ ടി വിയുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ഒന്നും പ്ലേസ് ചെയ്യരുത്. കറക്റ്റ് ഒന്നല്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ അടിയിൽ, ഈ 2 ഭാഗത്തായിട്ട് വേണം നമ്മൾ സെൻട്രൽ സ്പീക്കർ വയ്ക്കാൻ. ഇതിലും ഒരു കണക്കുണ്ട്, നമ്മൾ ഇരിക്കണ ലെവൽ വെച്ചിട്ട് വേണം സെൻട്രൽ സ്പീക്കർ കറക്റ്റ് നോക്കി വെക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഇതിന്റെ ഓഡിയോയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫീൽ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യങ്ങളാണ് എനിക്ക് സെൻട്രൽ സ്പീക്കറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.